നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ അർജന്റീനയും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടാൻ 3 ദിവസങ്ങൾ ബാക്കി നിൽക്കെ ലമീൻ യമാലിൻ്റെ കാര്യത്തിൽ ചെറിയ ആശങ്ക സ്പാനിഷ് ക്യാമ്പിലുണ്ട്. പക്ഷെ അത് വലിയ ആശങ്കയായിട്ടാണ് മാധ്യമങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. സ്പാനിഷ് മാധ്യമം ASൻ്റെ ഒരു ചിത്രമാണ് വലിയ രൂപത്തിൽ വാർത്തയായത്. അതായത് സ്പാനിഷ് ടീമിൻ്റെ ട്രെയിനിങ്ങിൽ പൂർണ്ണമായിട്ടും യമാൽ പങ്കെടുക്കുന്നില്ല. അദ്ദേഹം ഗ്രൗണ്ടിലിരിക്കുന്നു, കൂടെ പോറോയുമുണ്ട്. അദ്ദേഹത്തിൻ്റെ തുടയുടെ ഭാഗത്തൊരു ബാൻഡേജ് ഉണ്ട്. ഇതൊക്കെയാണ് വലിയ രൂപത്തിൽ ഈ ഒരു ആശങ്കയുണ്ടാക്കാനുള്ള കാരണം. കഴിഞ്ഞ മത്സരത്തിൽ യമാൽ കളിച്ചിരുന്നു, പക്ഷേ യമാലിന് ചെറിയ പരിക്കിൻ്റെ ആശങ്കകൾ ഉണ്ടായിരുന്നു. കളി കഴിയുമ്പോൾ അത് വളരെ വ്യക്തമായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് വ്യാഴാഴ്ച, അദ്ദേഹം പൂർണ്ണമായിട്ടും ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് വിവരം. അത് അലേർട്ട് ഫോർ ലമീൻ യമാൽ, ഹി ഡിഡ്ന്റ് ട്രെയിൻ ഇൻ സ്പെയിൻ ആൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ബി സീൻ വിത്ത് ബാൻഡേജ് 3 days ബിഫോർ ദി ഫൈനൽ എഗെയിൻസ്റ്റ് ദി അർജന്റീൻ നാഷണൽ ടീം എന്ന് പറഞ്ഞുകൊണ്ട് TYC സ്പോർട്സ് റിപ്പോർട്ട് കൊടുക്കുന്നു. സ്പാനിഷ് മാധ്യമങ്ങൾ മൊത്തം ഇത് വലിയ വാർത്തയാണ്. അപ്പോൾ അർജന്റീനയിലും ഇത് വാർത്തയാകുന്നു എന്നുള്ളതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം. സോ ലമീൻ യമാലാണ് അവരുടെ സ്റ്റാർ പ്ലെയർ. അപ്പോൾ അദ്ദേഹം വെറും 3 ദിവസങ്ങൾ ഫൈനലിൽ ബാക്കിയുള്ളപ്പോഴാണ് ഈ രൂപത്തിൽ പൂർണ്ണമായിട്ടും ടീമിനോടൊപ്പം ട്രെയിനിങ് നടത്താതിരിക്കുന്നത്. So, Barcelona star did not participate in practice in New Jersey എന്നാണ് റിപ്പോർട്ട് വരുന്നത്. ASൻ്റെ ക്യാമറ ഒപ്പിയെടുത്തിരിക്കുന്ന ഈ ഒരു ചിത്രമാണ് വലിയ രൂപത്തിൽ ഇപ്പോൾ വാർത്തയായി മാറിയിരിക്കുകയും ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഇന്നലെ വളരെ ലൈറ്റായിട്ടുള്ള എക്സസൈസുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. മറ്റ് ടീം താരങ്ങളോടൊപ്പം അങ്ങനെ ട്രെയിനിങ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരു മസിൽ ഓവർലോഡാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. അത് മറ്റൊരു റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ടുണ്ട്. അർജന്റീനയ്ക്ക് അദ്ദേഹം ഇപ്പോൾ ഫൈനലിൽ കളിക്കില്ല എന്ന തരത്തിൽ സൂചനകളൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് തൈയിൽ ചെറിയ ഡിസ്കംഫേർട്ട് ഉണ്ട് എന്നാണ് ലഭ്യമാവുന്ന വിവരം. അത് മസിൽ ഓവർലോഡാണ് എന്നാണ് ലഭിക്കുന്നത്. അദ്ദേഹം ഫൈനലാകുമ്പോഴേക്കും പൂർണ്ണ ഫിറ്റാകും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിലുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു വളരെ വലിയൊരു പോരാട്ടം സ്പെയിൻ വേഴ്സസ് ഫ്രാൻസ് മത്സരം കഴിഞ്ഞു. അതിനുശേഷമുള്ളൊരു ഫാറ്റിഗും അതുപോലെയുള്ള ചെറിയ വേറാൻറ്റിയറുകളും താരങ്ങൾക്കുണ്ട്. യമാൽ വേൾഡ് കപ്പിന് മുമ്പ് തന്നെ പരിക്കുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളിൽ പെട്ടതാണ്. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വേൾഡ് കപ്പിന് എത്തുന്നത്. തുടക്കത്തിലെ മത്സരങ്ങൾ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ ചെറിയ ഒരു മൈനർ ഇഞ്ചുറി ഉണ്ടെങ്കിൽ പോലും, 100% ഫിറ്റ് അല്ലെങ്കിൽ പോലും അദ്ദേഹത്തെ ഫൈനൽ കളിപ്പിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും ചെറിയ ആശങ്കകളുണ്ട്. അത് വരും ദിവസങ്ങളിൽ ബെറ്റർ ആവും എന്ന് തന്നെ കരുതാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.